ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു 10ഓളം സയൻസ് ആണ്. എന്തിനെക്കുറിച്ചുള്ള സയൻസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പങ്കാളി അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ വിട്ടിട്ട് പോകില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താവുന്ന രീതിയിൽ അവർ കാണിക്കുന്ന കുറച്ച് സയൻസ്, അത്തരത്തിൽ അവർ കാണിക്കുന്ന ഒരു 10ഓളം സയൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന ഈ സയൻസ് എല്ലാം നിങ്ങളുടെ പങ്കാളി കാണിക്കുന്നുണ്ടെങ്കിൽ അവർ എന്ത് പ്രശ്നം വന്നാലും, എത്ര വലിയൊരു കഷ്ടപ്പാടിൽ നിങ്ങൾ നിന്നാലും, അല്ലെങ്കിൽ എത്ര വലിയൊരു പ്രോബ്ലത്തിൽ നിന്നാലും ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവർ നിങ്ങളെ തിരിച്ചും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആകും. ഒന്നാമത്തെ കാര്യം, ശരിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഒരു സീരിയസ് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ വ്യക്തി നമ്മളെ വിളിക്കും, എപ്പോഴും നമ്മളോട് കുറച്ച് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ എല്ലാവരെയും സംബന്ധിച്ച് ഇത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഓരോരുത്തർക്ക് കിട്ടുന്ന പാർട്ട്ണറിനും ഓരോ ജോലിയായിരിക്കും, ഓരോ സ്വഭാവമായിരിക്കും, വ്യത്യസ്ത സാഹചര്യങ്ങളായിരിക്കും. അതെല്ലാം കണ്ടറിഞ്ഞ് വേണം നമ്മൾ നിൽക്കാൻ. ഒരിക്കലും ഒരു പങ്കാളി എപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണറോ ആകുമെന്നില്ല. അതുപോലെ തന്നെ ആ ഫസ്റ്റ് റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്തുള്ള പോലെ നമ്മൾ സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിന് കാരണം ആ ഫസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ആ ഓപ്പോസിറ്റുള്ള ആളെക്കുറിച്ച് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കും. പിന്നീട് അങ്ങോട്ട് അതിൽ അത്രത്തോളം ഒരു സംസാരങ്ങളെല്ലാം ഉണ്ടായില്ലെങ്കിലും ഡെയിലി എല്ലാം വിളിച്ച് സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകാം, അവരെന്തെങ്കിലും ഒരു സ്ട്രെസ്സിലായിരിക്കാം. എന്താ കാര്യമെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കണമെന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിടാം. അത്തരത്തിലെല്ലാം നിങ്ങൾക്ക് ആ സാഹചര്യം ഹാൻഡിൽ ചെയ്യാം. ഒരിക്കലും റിലേഷൻഷിപ്പിലായിരിക്കുന്നവർ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും അവൈലബിൾ ആയിരിക്കും, അങ്ങനെയാണ് ഒരു സ്നേഹബന്ധം എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ച് വെക്കരുത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, എല്ലാ റിലേഷൻഷിപ്പിലും ഒരു ക്യൂട്ട്നെസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. അത് ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലെല്ലാം കറക്റ്റായിട്ട് ഉണ്ടാകുന്നുമുണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ ആ ക്യൂട്ട്നെസ് കുറച്ച് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്കിടയിൽ തുടരെ വഴക്കുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫൈറ്റ്സ് എല്ലാം വരുന്നുണ്ടെങ്കിൽ, അതിനുശേഷം നിങ്ങളുടെ പാർട്ട്ണർ വന്ന് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്കിത് മാറ്റണ്ടേ, അത്തരത്തിലെല്ലാം അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൈനാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ അവർ തയ്യാറല്ല എന്നാണ് അവർ കാണിക്കുന്നത്. അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകുമ്പോൾ അപ്പം തന്നെ അവർ ശരി എന്നാൽ ഞാൻ ഫോൺ വെച്ചേക്കോ, ഫോണിലൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ടാണെങ്കിൽ നമുക്ക് പിന്നെ കണ്ട് സംസാരിക്കാം ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. പലരെയും സംബന്ധിച്ച് ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തി സംസാരിക്കാതിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതിനും സങ്കടപ്പെടുന്നതിനും വലിയൊരു കാരണമാണ്. പക്ഷേ നിങ്ങളുടെ പങ്കാളി എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രശ്നം ഇവിടെ ഇപ്പോൾ സംസാരിച്ച് വലുതാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദേഷ്യത്തിലാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി ദേഷ്യത്തിലാണ്, ഇപ്പോൾ അതിനെക്കുറിച്ച് അവർ സംസാരിച്ചാലും നിങ്ങൾ സംസാരിച്ചാലും ആ പ്രോബ്ലം വലുതാവുകയുള്ളൂ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ്, നിങ്ങളെ ഹേർട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പലപ്പോഴും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി പിന്നെ സംസാരിക്കാം എന്ന രീതിയിൽ അത് മാറ്റിവെക്കുന്നത്. ഇത്തരത്തിൽ പോകുന്നവർ കുറച്ച് കഴിയുമ്പോൾ വളരെ കൂളായിട്ട് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. അത് ആ വഴക്ക് വേണ്ട എന്ന് വെച്ചിട്ട് മാത്രം അവർ ആ സിറ്റുവേഷനിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ്. അതല്ലാതെ അതിൽ മറ്റൊരു രീതിയിലുമുള്ള മോട്ടീവും ഉണ്ടായിരിക്കുകയില്ല. നാലാമത്തെ സൈൻ നോക്കാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൈനാണിത്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൈനാണ്. കാരണം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി ഉറങ്ങിപ്പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ നിങ്ങളുടെ അടുത്ത് അത്രമേൽ കംഫർട്ടബിൾ ആണെന്ന്. അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്നത്, അല്ലെങ്കിൽ നിന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആകുന്നു, അത്തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ടോ? എങ്കിലും ഉറപ്പിച്ചോളൂ, അവർ നിങ്ങളുടെ അടുത്ത് അത്രമേൽ കംഫർട്ടബിൾ ആണ്. എന്നാൽ പലരും ചിന്തിക്കുന്നത്, ഇത്തരത്തിലൊരു വ്യക്തി ഉറങ്ങിപ്പോകുമ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവരതിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല.
ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊച്ചിലെ നടന്ന എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ ഒരു കെയറിങ്, ആ ഒരു ലവ്, ആ ഒരു ഫീലിലാണ് അവർ ഉറങ്ങിപ്പോകുന്നത്. അവരത്രയ്ക്കും കംഫർട്ട് സോണിലാണ് അപ്പോൾ എന്ന് അവർക്ക് തന്നെ തോന്നും. അത് അവർ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫീൽ ചെയ്യുമ്പോഴാണ് അവർ ഉറങ്ങിപ്പോകുന്നത്. അതേസമയത്ത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റീൽസ് എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഉറങ്ങിപ്പോവുകയില്ല. അത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ നിങ്ങളോടുള്ള താല്പര്യക്കുറവ് കൊണ്ടോ ഒന്നുമല്ല. അവരത്രമേൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രമേൽ കംഫർട്ടബിളാണ്, അതുകൊണ്ട് മാത്രമാണ്. അത്തരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഉറങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു സൈനായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറിനെ പലരും പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അവരുടെ പിറകെ പലരും നടക്കുന്നുണ്ടായിരിക്കാം. അത്തരത്തിലെല്ലാം ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് അവർ കറക്റ്റായിട്ട് അങ്ങനെ ഒരാൾ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അവരെ അത് മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് കൊണ്ടുനടക്കാതെ അതപ്പോൾ തന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഞാനൊരു റിലേഷൻഷിപ്പിലാണ്, ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് വ്യക്തമാക്കി, അത് എത്ര വലിയ ആളായിരുന്നാലും എത്ര നല്ലൊരു വ്യക്തിയായിരുന്നാലും അതെല്ലാം റിജക്റ്റ് ചെയ്ത് നിങ്ങളെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ, അത് അവർക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിയില്ല എന്നതിൻ്റെ സൈനാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അവരുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിലോ അവരെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിലോ ഒന്നും ചിലപ്പോൾ നിങ്ങളോടൊന്നും അത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. അതിൻ്റെ ഏറ്റവും എക്സ്റ്റെൻഡ് ലെവലൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അവർക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്യണമെന്ന് താല്പര്യമില്ല, അതുകൊണ്ട് മാത്രമായിരിക്കും അവരത് നിങ്ങളോട് ഷെയർ ചെയ്യാത്തത്. നമുക്ക് തന്നെ അത് ഡീൽ ചെയ്യാം. അത് മറ്റൊരാൾക്ക് അത് നിങ്ങൾക്ക് കേട്ടാൽ വിഷമമാകും, അല്ലെങ്കിൽ നിങ്ങളെ അത് സങ്കടപ്പെടുത്തും എന്ന് കരുതുന്നത് കൊണ്ടാകും അവരത് നിങ്ങളോട് ഷെയർ ചെയ്യാത്തത്. അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് ഹാൻഡിൽ ചെയ്യും. അതിനുശേഷം മാത്രമേ നിങ്ങൾ അറിയാൻ പോലും സാധ്യതയുള്ളൂ. ഇതെല്ലാം അവർ ചെയ്യുന്നത് അവരത്രയ്ക്കും മെച്യൂർഡായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത് കൊണ്ട് മാത്രമാണ്. ഇത്തരത്തിലെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ളത് ഒരു സീരിയസ് റിലേഷൻഷിപ്പ് അല്ല എന്നെല്ലാം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാനേ പോകരുത്. അവർ ആ റിലേഷൻഷിപ്പിനെ വളരെ വലുതായിട്ട് കാണുന്നു, വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നതാണ് സത്യം. ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ വളരെ മെച്യൂറായ പോലെ തോന്നും. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ നന്നായിട്ട് മെച്യൂറായ പോലെ തോന്നും. പക്ഷേ എത്രയൊക്കെ മെച്യൂറായി എന്ന് പറഞ്ഞാലും അവർ ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ നിന്നിരുന്നത്, ആ ഒരു ക്യൂട്ട്നെസ്, ഒരു ചൈൽഡിഷ്, അത്തരത്തിൽ തന്നെ അവർ നിങ്ങളുടെ അടുത്ത് മാത്രം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാത്രമുള്ളപ്പോൾ അവർ ആ ക്യൂട്ട്നെസ്സും ആ ഒരു കുട്ടിത്വവും എല്ലാം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിനി എത്രമേൽ തിരക്കുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയാലും എത്ര ബിസി ആണെങ്കിലും അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പണ്ടുണ്ടായിരുന്നത് പോലെ ആ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് അവർ പോലും അറിയാതെ അത്തരത്തിൽ സംഭവിക്കുന്നതായിരിക്കാം. ഒന്ന് കൊഞ്ചാനും ഒന്ന് കൊഞ്ചിക്കാനും എല്ലാം അവരിടയിലിടയിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ ഉണ്ടായിരിക്കും. ഇനി ഏഴാമത്തെ സൈൻ നോക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ പാർട്ട്ണറിന് ചെറിയ വട്ടുണ്ടോ എന്ന് വരെ തോന്നാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു സ്നേഹമുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരെയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചത്, നിങ്ങൾക്ക് ഇപ്പോഴും ആ പഴയ പോലെയുള്ള സ്നേഹം എന്നോടുണ്ടോ, അത്തരത്തിൽ തികച്ചും എന്താ പറയുക വട്ട് പിടിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് ആ റിലേഷൻഷിപ്പിനെ വീണ്ടും വീണ്ടും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ കുറേ കൂടെ സ്നേഹം അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിൽ വട്ട് പിടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവർ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനെക്കുറിച്ച് ചെറുതായിട്ട് പേടിക്കുന്നുണ്ടാകും. അവർക്ക് ഇടയ്ക്കൊക്കെ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതും അവരുടെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് പലപ്പോഴും വ്യക്തമാകും. കാരണം നിങ്ങൾ കുറച്ച് ദിവസം അവരോട് സംസാരിക്കാതിരിക്കുകയോ അവർക്ക് അവൈലബിൾ ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അപ്പോൾ ഒരു ചെറിയ സംശയമൊക്കെ അവർക്ക് വരും മനസ്സിൽ. എന്താണ് അവർ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണോ? അത്തരത്തിലെല്ലാം ഒരു പാർട്ട്ണർ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരൊരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറല്ല എന്നതാണ്. എട്ടാമത്തെ സൈൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്, അതിപ്പോൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴാവട്ടെ, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. അതായത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോകണം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന പോലെ ജീവിക്കണം, അത്തരത്തിൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് മെച്യൂർ ആയിട്ടുള്ള കുറേ തോട്ട്സ് അത് അവർ നിങ്ങളോട് ഷെയർ ചെയ്യും.
അല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു വാക്കിംഗ് പോകണം, ഒരു മിഡ് നൈറ്റ് വാക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ സില്ലി ആയിട്ട് തോന്നാം, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മെച്യൂറായിട്ടുള്ള കാര്യങ്ങളായിട്ടും തോന്നാം. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് ഷെയർ ചെയ്യും. 9ാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. അവർ അവരുടെ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഇപ്പോൾ അവർ റീസെൻ്റ്ലി അതിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ അവരൊരിക്കലും അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയില്ല. ഇത് ശരിക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കാതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാതിരിക്കുന്നത് കൂടുതലും ബോയ്സിലാണ് കണ്ടുവരുന്നത്. ഗേൾസിനെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി സംസാരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ ഒരാൾ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നില്ല, അവർ നിങ്ങളോട് അത് ഷെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് മനഃപൂർവ്വം മറച്ചു വെക്കുന്നതോ നിങ്ങളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാതിരിക്കുന്നതോ ഒന്നുമല്ല. അതിൽ മെയിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ അത് ബാധിക്കണ്ട എന്ന് കരുതിയിട്ട് ആ ഒരു കാര്യം ഷെയർ ചെയ്ത് ആ ഒരു നല്ല നിമിഷം കളയണ്ട എന്ന് കരുതിയിട്ട് മാത്രമായിരിക്കും അത് ഹൈഡ് ചെയ്യുന്നത്. ശരിക്കും അവർ ആഗ്രഹിക്കുന്നത് അവരുടെ വിഷമങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ കഴിഞ്ഞും കൂടുതൽ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വഴി അവരുടെ വിഷമങ്ങൾ മറക്കാൻ കഴിയുമെന്നാണ്. അതിനു വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത്. 10ാമത്തെ സൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അതിലെല്ലാം ഇൻക്ലൂഡ് ആവുന്ന അല്ലെങ്കിൽ അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് അതിന് മുകളിൽ നിൽക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യമായിരിക്കും നിങ്ങളുടെ ഒപ്പമുള്ള ലൈഫ്. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്യും, എത്രത്തോളം വേണമെങ്കിലും ശ്രമിക്കും. അത് നിങ്ങൾക്ക് അവർ മനസ്സിലാക്കി തരും എന്നുള്ളതാണ് 10ാമത്തെ സൈൻ. അവരുടെ ലക്ഷ്യങ്ങൾക്ക് പുറകെ അവർ പോകുമ്പോഴും നിങ്ങളെ ഒരു സൈഡിൽ അവർ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ ലൈഫ് ലോങ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവർ റെഡിയായിട്ട് അവർ അതിനു വേണ്ടിയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അവർ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് 10ാമത്തെ സൈൻ. വീഡിയോയിൽ പറയും പോലെ ഈ സൈൻസ് എല്ലാം കണ്ടറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടെ നിർത്താനായിട്ട് നമുക്ക് വീഡിയോ യൂസ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്